ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോഴത്തെ ആറ്റിൽ പൊങ്ങിട്ട് വീശാൻ പോയതാണ്. പൊങ്ങിട്ട് വീശാൻ പോയിട്ട് ഞാൻ വന്നതാണ്. അപ്പം നേരത്തെ വന്നത് എന്നാണെന്ന് വെച്ചാൽ ആറ്റിൽ നല്ല ഒഴുക്കായി, ഇറക്കം കൂടെ പോളയുണ്ട്. അപ്പം നമ്മുടെ പൊങ്ങ് കിടക്കാത്ത അത്ര ഒഴുക്കായിപ്പോയി. അപ്പോൾ പൊങ്ങെന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തായി പൊങ്ങെന്ന്. ഇതേ ഉള്ളൂ, തെർമോക്കൂളറാണ്. തെർമോക്കൂളറെ നമ്മൾ റിഫ്ലക്ടർ വെട്ടിച്ചിട്ടുണ്ട്. കാര്യം ഇത് ദൂരെ പോയാൽ നമ്മൾ ടോർച്ച് അടിച്ചാൽ, ഇപ്പം ടോർച്ച് കൊണ്ടാണ് ഞാൻ പോകുന്നത്. കണ്ടോ, അറ്റത്ത് തേങ്ങ, നൂലിൻ്റെ അറ്റത്ത് തേങ്ങ, കല്ല്. കൊഞ്ച് കടിച്ചല്ലോ, കൊഞ്ച് കടിച്ച പൊങ്ങുണ്ട്. ഇത് ചെറുതായിട്ട് ദേ ഇവിടെ കണ്ടോ കടിച്ചിരിക്കുന്നത്. ഇത് ഇന്ന് കെട്ടിയ തേങ്ങയാണ്, അതുകൊണ്ട് ഇത് കടിച്ചിട്ടുണ്ട്. അപ്പം ഈ നൂലിൻ്റെ അറ്റത്താണ് തേങ്ങ കെട്ടിയിരിക്കുന്നത്. അല്ലേ, നൈലോൺ നൂലാണ്. അത് തെർമോക്കൂളറെ നമ്മളിങ്ങനെ എല്ലാം റെഡിയാക്കി കെട്ടിയിരിക്കുകയാണ് തേങ്ങ. അപ്പം ഇത് ആണ് നമ്മൾ ആറ്റിലേക്ക് പൊങ്ങായിട്ട് ഇങ്ങനെ താത്തയും കൊണ്ട് ഇടുന്നത്. അപ്പോൾ ഇതേ കൊഞ്ച് വന്ന് പിടിക്കും. കൊഞ്ച് വന്ന് പിടിച്ചിട്ട് അത് തിന്നുന്നതിന് വേണ്ടി അതിൻ്റെ സുരക്ഷിത സ്ഥാനത്തേക്ക് ഇത് കൊണ്ട് ഓടിപ്പോവും. അത് കണ്ടുകൊണ്ടാണ് നമ്മൾ ചെന്ന് വീശുന്നത്. അപ്പോൾ വീശുമ്പോൾ അതിന് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഇതിൻ്റെ നൂലിൻ്റെ സ്ലോപ്പ്, അതായത് ഇതിൻ്റെ വലിവനുസരിച്ചാണ് നമ്മളത് കണക്കൂട്ടിയാണ് വീശുന്നത്. അത് കുറച്ച് വീശി പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ കൊഞ്ച് കിട്ടത്തുള്ളൂ. അല്ലല്ലല്ലല്ലല്ല, കഞ്ച് കണ്ടെത്തി വീശുമ്പോൾ നമ്മൾ ഈ പൊങ്ങ് അടച്ചാണ് വീശുന്നത്. കറക്റ്റ് ഒരു നീളത്തിലാണ് നമ്മൾ ഇടുന്നത്. ഇത് ആറ്റി വീശുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരേ വെള്ളമല്ല, പല വെള്ളമാണ്. ആ വെള്ളം കണക്കൂട്ടിയാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ കൊഞ്ച് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇതിൻ്റെ ഈ നൂലിൻ്റെ അറ്റത്ത് നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എങ്ങോട്ടാണ്, ഇത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഈ നൂലയിൽ നമുക്ക് പിടിച്ചു നോക്കി അത് കണക്ക് കൂട്ടിയാണ് നമ്മൾ വീശുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ആ ഒരു വിവരണം പറഞ്ഞത്, ഇത് പൊങ്ങെന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൻ്റെ വിശദമായിട്ടൊന്ന് പറഞ്ഞാലല്ലേ നിങ്ങൾ മനസ്സിലാക്കാനൊക്കത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ വീശാൻ പോയപ്പോൾ 4 കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. 4 കൊഞ്ച് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പോകുമ്പം ഇപ്പം ഒരു പക്ഷേ ചിലപ്പോൾ ഒന്നും കിട്ടാതെയും വരും, ചിലപ്പോൾ ഈ കൂടുതൽ കൊഞ്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്ന് എനിക്ക് 4 കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. 4 നല്ല കൊഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ നിന്ന് വല എന്ന് പറയുന്നത് ഇത് കറക്റ്റ് 8 മുഴം വലയാണ്. നല്ല തെളിവ് വലയാണ്. തെളിവെന്ന് പറയുമ്പം കണ്ണി അകലക്കൂടുള്ള വലയാണ്. കണ്ടോ, കണ്ണി നല്ല അകലമുള്ള വലയാണ്. രാത്രി ആയതുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ കൊഞ്ച് വീശുന്ന ഒരു വീഡിയോ എടുക്കാൻ ഞങ്ങൾ പലതായ പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. നമ്മളിത് കുറച്ച് അകലത്തിൽ ഇങ്ങനെ നീളത്തിലാണ് പൊങ്ങിടുന്നത്. അപ്പം ചിലപ്പോൾ അങ്ങേ അറ്റത്തായിരിക്കും ഒരു പൊങ്ങ് പിടിക്കുന്നത്. അത് നമ്മൾ ഉടനെ പോയി വീശി എടുത്തില്ലെങ്കിൽ അത് പോയി ഉടക്കിനൊക്കെ പോയി അത് അങ്ങനെ പോകും. അപ്പം വീഡിയോ എടുക്കാൻ ഭയങ്കര പാടാണ്. പല പ്രാവശ്യം ശ്രമിച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷെ നടക്കുന്നില്ല. എന്തായാലും ഇന്ന് നമ്മൾ വീശിയിട്ട് വന്ന് എത്ര കൊഞ്ച് കിട്ടി എന്നൊക്കെ കാണിക്കാം. ഞാൻ ടോർച്ച് ഒന്ന് വെക്കട്ടെ. ഇന്ന് നമുക്ക് 4 നല്ല കൊഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. നേരത്തെ തട്ടൊക്കെ ഇടും. പെട്രോമാക്സ് ആണ് നമ്മൾ കത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം മണ്ണെണ്ണയ്ക്കൊക്കെ വില കൂടി പെട്രോമാക്സ് നമ്മൾ ഉപയോഗിക്കുന്നുമില്ല. ഗ്യാസ് ലൈറ്റാണ് ഞാൻ കത്തിച്ച് വെച്ചോണ്ടിരുന്നത്. അതിപ്പോൾ നല്ല വെട്ടമുള്ള ടോർച്ച് ആയതുകൊണ്ട് പിന്നെ വിഷയമില്ല. ഇപ്പോൾ നല്ല 4 കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. സായിപ്പ് ഒരെണ്ണം വെളുത്ത്, അത് എന്നാലും അത് അങ്ങനെ പറയാനൊക്കത്തില്ല. എന്താന്നേരം ഉടക്കി കിടക്കുക. നല്ല അപ്പാപ്പി കൊഞ്ച ഈ സമയത്ത് ഇനിയും കിട്ടുന്നത്. ഉണ്ടോ, കാലം കൊഞ്ച. ഇത് അല്പം വെളുപ്പുണ്ട്, സാരമില്ല. ഇത് നല്ല 4 കൊഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളി കൊഞ്ചാണ്. ഉണ്ടോ, കാണാമല്ലേ, ഞാൻ ഈ ടോർച്ച് എടുത്ത ഉണ്ടോ, ഇതുണ്ടോ, നല്ല അടിപൊളി കൊഞ്ചാണ്. ഇന്ന് നമുക്ക് ഇത് 400 ഗ്രാം ഓൾറെഡി ഉണ്ട്. അപ്പോൾ 4 കൊഞ്ച് ഒരേ സൈസ് കൊഞ്ചാണ് ഈ കിട്ടിയിരിക്കുന്നത്.
ഇത് രണ്ട് സൈസ് കൊഞ്ചാണ്. ഒന്ന് അപ്പാപ്പി കൊഞ്ചെന്ന് പറയും, മറ്റൊന്ന് ചൂരക്കാലൻ എന്ന് പറയും. അല്ല, ഇത് അപ്പാപ്പി, ഇത് അത്ര കാല് വലുതായില്ല. ചൂരക്കാലൻ നമുക്കില്ല, ഇല്ല, അപ്പാപ്പി കൊഞ്ച് തന്നെ ഉള്ളു. അപ്പൊ നമ്മുടെ വീടിന്റെ മുറ്റത്തേക്ക് കൊണ്ടുവന്ന് വെട്ടത്തിൽ ഈ കൊഞ്ചിനെ കാണിച്ചു തരാം. ഉണ്ടോ? ഇപ്പൊ നമ്മുടെ മുറ്റത്ത് വന്ന് നല്ല വെട്ടമുണ്ട്. നല്ല 4 കൊഞ്ചാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ഉണ്ടോ? കൊഞ്ച് കണ്ടല്ലോ. അല്ല, ഈ സമയം കിട്ടുകയാണെങ്കിൽ എന്നുള്ളതല്ല, ഇത് നമുക്ക് പകൽ സമയത്ത് നമുക്ക് കൊഞ്ച് വീശി എടുക്കാനുള്ള ഒരു സൗകര്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കൊഞ്ച് വീശുന്നത് എങ്ങനെയാണ്, പൊങ്ങിടുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. ഇതുണ്ടോ? അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. കൊഞ്ചിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് ഇടുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.